إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്ക് വേണ്ടതും അതിലധികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ സദാസമയവും നമ്മളുടെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നവനായ, ഇനിയൊരിക്കൽ അവനുദ്ദേശിക്കുമ്പോൾ നമ്മളെയെല്ലാം അവങ്കലേക്ക് തന്നെ മടക്കുവാനും നമ്മളുടെ കർമ്മങ്ങൾക്ക് വിചാരണ ചെയ്ത് അതിനൊരു തക്കതായ പ്രതിഫലം നൽകുവാനും കഴിവുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തുസൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യമെന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. അതർഹിക്കുന്ന ഗൗരവത്തോടെ വസിയത്ത് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി അറിയിച്ചു തന്ന ഒരു വിഷയമുണ്ട്. ആരാണ് ഏറ്റവും സമർത്ഥനായ ആൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എന്ത്? ഈ ദുനിയാവിൽ ഏറ്റവും അധികം സമ്പത്തുണ്ടാക്കിയയാൾ എന്നല്ല, അല്ലെങ്കിൽ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കിയയാൾ എന്നല്ല, അതുമല്ലെങ്കിൽ ആളുകൾ ആദരിക്കുന്ന ആരാധിക്കുന്ന മഹനീയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ എന്നല്ല. ഏറ്റവും സമർത്ഥൻ അക്സറുഹും ദിക്റ അൽ മൗത്ത് വഅക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം. ഏറ്റവും അധികം മരണത്തെ ഓർക്കുന്നവർ ആരോ, ഏറ്റവും അധികം ആ മരണത്തിന് ശേഷം നമ്മൾ നേരിടാനുള്ള ആ ലോകത്തെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ ആരോ, അവരാണ് ഏറ്റവും സമർത്ഥർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാം കൃത്യമായും നമ്മളുടെ ലക്ഷ്യം ഈ ദുനിയാവല്ല, നമ്മളുടെ ലക്ഷ്യം ആ ആഖിറത്ത് തന്നെയാണ്. ഇത് വെറും മാർഗമാണ്, വഴിയാണ്, അല്ലെ? നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ മരണത്തിന് ശേഷവും നമുക്ക് നമ്മളിവിടെ ഈ ദുനിയാവിൽ ഇല്ലാതിരുന്നിട്ട് കൂടിയും നമുക്ക് അമലുകൾ വന്നു ചേരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രമാത്രം അനുഗ്രഹീതമായിരിക്കും. അമലുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ ദുനിയാവിൽ ഉണ്ടാകണം. അല്ല, ദുനിയാവിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞിട്ടും നമുക്ക് അമലുകൾ വന്നു ചേരുന്ന ഒരവസ്ഥ,
അതിനെക്കുറിച്ചിട്ടാണ് ഇൻഷാ അള്ളാഹ് ഒന്ന് ഉണർത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല, കൃത്യമായി നമുക്കറിയുന്ന വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ മാത റജുൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാ അമലുകളും മുറിഞ്ഞുപോയി. പിന്നെ അവന് അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ വന്ന് അമല് ചെയ്യാൻ കഴിയില്ല. ഒരു റക്അത്ത് നമസ്കരിക്കണം എന്ന് ആശിച്ചു പോകും ഖബറിൽ കിടക്കുമ്പോൾ, പക്ഷെ കഴിയില്ല. ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കണമെന്ന് ആശിച്ചു പോകും, കഴിയില്ല. പക്ഷെ എങ്കിലും ഈ 3 കാര്യങ്ങൾ നമുക്ക് തണലായി ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മളുടെ അമലുകൾ നമുക്ക് ഖബറിൽ നമുക്ക് തോഴനായി വരുമെന്നാണ്. ഇതൊരു കഥയല്ല, ഒരു സങ്കല്പമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖബറിൽ ആയി കഴിഞ്ഞാൽ മനുഷ്യൻ, അമലുകൾ മനുഷ്യന്റെ അടുക്കലേക്ക് ഇങ്ങ് വരും. അതൊരു ആളുടെ രൂപത്തിലായിരിക്കും വരിക. സൽക്കർമ്മങ്ങളിൽ മുഴുകിയ ആളാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള, കാണുമ്പോൾ തന്നെ മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന രൂപത്തിലായിരിക്കും, ഒരു സുന്ദരനായ ഒരാളുടെ രൂപത്തിലായിരിക്കും അമല് കടന്നു വരിക. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കും, എനിക്ക് ഈ ഏകാന്തതയിൽ ഒരു തോഴനായി വന്ന നിന്നെ കാണുമ്പോൾ തന്നെ എന്തൊരു ആശ്വാസമാണ്, ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. വേറെ ആരും കൂട്ടിനില്ല, വേറെ ഒന്നും നമുക്ക് ഉപകാരപ്പെടില്ല, അമലുകളാണ്. ആ അമലുകളാണ് വരിക. അതേസമയം തിരിച്ചും ദുഷ്കർമ്മിയായി ജീവിച്ച ഒരാളുടെ അടുക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും ഈ അമലുകൾ കടന്നു വരിക. എന്നിട്ട് പറയും, ഞാൻ നിന്റെ ദുഷ്കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നിരാശയും ദുഃഖവും എല്ലാം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആ അമലുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉണ്ടാകുന്നത് ഈ അമലുകളാണ്. ഈ 3 അമലുകൾ ഒഴികെ ബാക്കി ഒന്നും നമുക്ക് ഉണ്ടാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഅ്മിനുകൾ എന്നുള്ള നിലക്ക്, കൂടുതലായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നുള്ള നിലക്ക് അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി എന്താണ്, നമുക്കറിയുന്നത് തന്നെയാണ്, സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്ക. എന്താണ് നിലനിൽക്കുന്ന സ്വതക്ക? അള്ളാഹു വെറും സ്വതക്ക എന്ന് മാത്രം പറഞ്ഞില്ല. സ്വതക്കക്ക് തന്നെ വെറുതെ അത് സ്വതക്ക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് എത്രയോ പ്രതിഫലമുണ്ടെന്ന് നമുക്കറിയാം. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് അത് ചെലവഴിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ ഒരു ധാന്യമണിയോട്. ആ ധാന്യമണിയിൽ നിന്നും 7 കതിരുകൾ ഉണ്ടായി, ഓരോ കതിരിലും 100 ധാന്യമണികൾ വീതം. അങ്ങനെ ഒരൊറ്റ ധാന്യമണിയിൽ നിന്നും 700 ധാന്യമണികൾ ഉണ്ടാകുന്നത് പോലെ നമ്മളുടെ സ്വതക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. എന്നാൽ അത് സ്വതക്കയെ പറ്റിയാണെങ്കിൽ ഇത് ജാരിയായ സ്വതക്ക, നിലനിൽക്കുന്ന സ്വതക്ക. നമ്മൾ മരിച്ചാലും ആ സ്വതക്ക നിലനിൽക്കും ദുനിയാവിൽ. അതെന്താ, എങ്ങനെയാണ് ആ സ്വതക്ക ഉണ്ടാവുക? ഉദാഹരണമായി പറഞ്ഞാൽ, പള്ളിയിലേക്ക് ഒരു പള്ളി നിർമ്മിച്ചു നൽകുക. ആ പള്ളി എത്ര കാലം ആ പള്ളി ഉണ്ടാകുമോ അവിടെ എല്ലാം നമസ്കരിക്കുന്നവരുടെ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ, ദിക്റുകൾ ചൊല്ലുന്നവരുടെ, ഇഅ്തികാഫ് ഇരിക്കുന്നവരുടെ, തറാവീഹ് നമസ്കരിക്കുന്നവരുടെ എന്ന് വേണ്ട ആ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ആ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കും. എന്നു മാത്രമല്ല, ആ മനുഷ്യൻ മരിച്ചാലും ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ഈ മനുഷ്യന് ഇതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. അതെത്ര വലിയ പ്രതിഫലമായിരിക്കും. സ്വതക്കത്തുൻ ജാരിയ. പള്ളി എല്ലാവർക്കും നിർമ്മിക്കാൻ കഴിയില്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചില ആളുകൾ, സ്വഹാബാക്കൾ പരാതിയുമായി വരുന്നുണ്ട്. നബിയെ, സമ്പന്നരായ ആളുകൾ എല്ലാ നന്മകളും കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവര് നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ദിക്റുകളും എല്ലാ അമലുകളും അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്യാത്ത ഒന്ന് അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് സമ്പത്തുണ്ട്, അതവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർലോഭം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ അവർ മറികടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കും ഇല്ലേ സ്വതക്ക കൊടുക്കാൻ? അള്ളാഹു കുറെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താണ് അത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു തഹ്ലീലിൻ സദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലും സദഖയാണ്. വകുല്ലു തക്ബീരിൻ സദഖ, എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ്. വകുല്ലു തഹ്മീദിൻ സദഖ, എല്ലാ അൽഹംദുലില്ലാഹിൻ സദഖയാണ്. വകുല്ലു തസ്ബീഹിൻ സദഖ, എല്ലാ സുബ്ഹാനല്ലാഹിൻ സദഖയാണ്. വതബസ്സുമുക അലാ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും സദഖയാണ്. വഖൗലുൻ മഅറൂഫുൻ സദഖ, ഒരു നല്ല വാക്ക് പോലും സദഖയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖയെ പറ്റി പറയാൻ നിന്നാൽ അതിങ്ങനെ നീളും. എന്നാൽ ഈ സദഖത്തുൻ ജാരിയ അതെങ്ങനെ നമുക്ക് കഴിയും? പാവപ്പെട്ട ആളുകൾക്ക് എങ്ങനെ കഴിയും? ഒരു മരം അത് വെച്ചു പിടിപ്പിക്കുക, ആ മരത്തിൽ നിന്നും ഫലങ്ങൾ ഭക്ഷിക്കുന്നവർ, അതുപോലെ ആ തണലിൽ ഇരിക്കുന്നവർ, ആ മരം കൊണ്ടുള്ള എല്ലാ ഉപകാരങ്ങളും ഈ മനുഷ്യൻ മരിച്ചാലും അയാൾക്ക് വന്നെത്തും. അതാണ് സദഖത്തുൻ ജാരിയ. അതല്ലെങ്കിൽ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് സംഭാവന ചെയ്യുക, അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഈ മനുഷ്യൻ മരിച്ചാലും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഈ മനുഷ്യന് ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖത്തുൻ ജാരിയ അതിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് അളവില്ലാതെ നമ്മൾ മരിച്ചാലും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന നന്മകളാണ് സദഖത്തുൻ ജാരിയ എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി എന്താണ്? വഇൽമിൻ യുൻതഫഉ ബിഹി, ഇൽമ എന്ന് മാത്രം പറഞ്ഞില്ല. ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ്. അറിവ് എല്ലാവർക്കും ലഭിച്ചേക്കാം ഒരു പക്ഷേ എല്ലാ അറിവുകളും ഉപകാരപ്പെടാറില്ല. അറിവ് ഉപകാരപ്പെടുന്ന രീതിയിലാകുമ്പോഴാണ് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നത്. ഇൽമ് എന്ന വാക്ക് അറബിയിൽ എഴുതുമ്പോൾ ഐൻ ലാം മീമാണ്. എന്നാൽ അമലിനും ഇതേ അക്ഷരങ്ങൾ തന്നെ, ഐൻ മീം ലാം. ഇൽമിനെ അമലായി മാറുമ്പോഴാണ് അതിനെന്തെങ്കിലും ഗുണമുണ്ടാകുന്നത്. വെറും ഇൽമായി മാത്രം ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇബ്ലീസ് വലിയ ആലിമായിരുന്നു എന്ന് കാണാൻ കഴിയും. പക്ഷേ ആ ഇൽമ് അവനെ അഹങ്കാരത്തിലേക്കാണ് കൊണ്ടുചെന്നത്. ഇൽമ വിനയത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടു ചെല്ലേണ്ടത്. മറിച്ച് അഹങ്കാരത്തിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അത് അവന് തന്നെ വിനാശകരമായി തീരുന്നു. ഈ ഇൽമ ഉപകാരപ്പെടുന്ന രീതിയിലായ ഇൽമ നമുക്ക് ഇൻഷാ അല്ലാഹ് മരണത്തിന് ശേഷവും നമുക്ക് ലഭിക്കും അതിന്റെ പ്രതിഫലം. എത്രയോ മേഖലകളാണ് ഇതിലുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ലഘുലേഖ, അള്ളാഹുവിന്റെ ആയത്തുകളും ദീനിനെ കുറിച്ചുള്ള വിവരങ്ങളും അടങ്ങുന്ന ഒരു ലഘുലേഖ മാത്രം നമ്മളതൊന്ന് കൈമാറിയാൽ, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു ഖുർആൻ പഠന ക്ലാസ് നടക്കുന്നുണ്ട്, ഒരു മതപഠന ക്ലാസ് നടക്കുന്നുണ്ടെന്ന് അറിയിച്ചാൽ, അതുമല്ലെങ്കിൽ നമുക്കറിയുന്ന എന്തെങ്കിലും ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണെങ്കിൽ പോലും എന്നിൽ നിന്നും നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഇതെല്ലാം ഇൽമുൻ നാഫി ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപകാരപ്പെടുന്ന ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദാല്ലു അലൽ ഖൈർ കഫാഇലിഹി, നന്മയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നയാൾ അത് ചെയ്തതുപോലെ തന്നെയാണ്. ഒരു സൽക്കർമ്മത്തെ പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വളരെ വലിയ പ്രതിഫലങ്ങളുള്ള ഒരു അമലിനെ പറ്റി നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് ചെയ്ത ആളെ പോലെ തന്നെയാണ് നമ്മൾ എന്നാണ്. എന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ചെയ്ത പ്രതിഫലം കിട്ടും. ഇനി ഈ ആ മനുഷ്യൻ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലവും അയാൾക്ക് കുറയാതെ നമുക്കും ലഭിക്കുന്നതാണ്. അയാൾ ചെയ്തിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത പ്രതിഫലം ലഭിക്കും. അപ്പൊ എത്ര വലിയ അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇട്ടുതരുന്നത്. നമ്മളെ ഒരിക്കലും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹുവിന് ഇഷ്ടമില്ല, അള്ളാഹുവിനത് ആവശ്യമില്ല. പക്ഷേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ മേഖലകളാണ് നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതലായി പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്ന അമലുകളിൽ മുഴുകുവാനോ ഉള്ള അവസരങ്ങൾ നമുക്കേറെയുണ്ട്. ഈ അവസരങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഉപയോഗപ്പെടുത്തിയാൽ മരിച്ചാലും ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഖബറിലേക്ക്, നമ്മളുടെ അമലുകളുടെ ഗ്രന്ഥത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായി നാളെ മീസാനിൽ ഖനം തൂങ്ങുമ്പോൾ നമ്മളുടെ നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന അമലുകളായി ഇവയുണ്ടാകും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. രണ്ടാമത്തെ കാര്യം ഇൽമുൻ നാഫി ആണ്, ഉപകാരപ്പെടുന്ന അറിവാണ്.
ഇനി മൂന്നാമതായി എന്താണ്? വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു. വലദുൻ സാലിഹ്, സ്വാലിഹായ സന്താനം. അപ്പോൾ അവിടെയും സന്താനമെന്ന് മാത്രം പറഞ്ഞില്ല, സ്വാലിഹായ സന്താനം. ആ സ്വാലിഹായ സന്താനം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നമ്മൾ ദീൻ പഠിക്കാൻ മുന്നോട്ട് വരുന്നവരാണ്. നമുക്കത് ആഗ്രഹമുണ്ട്, അറിവ് നേടുവാൻ, എൽമ നേടുവാൻ, അത് ജീവിതത്തിലേക്ക് പകർത്തുവാൻ, സുന്നത്ത് നോമ്പുകൾ എടുക്കുവാൻ, അതുപോലെ കൂടുതലായി ദീനിന്റെ വിഷയങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവരാകാം നമ്മൾ. എന്നാൽ അതേ താല്പര്യം നമ്മളുടെ കുടുംബത്തിലുണ്ടോ എന്ന് നമ്മൾ വളരെ ഗഹനമായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു ബാധ്യതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്, എല്ലാവരും. ആരും അവരുടെ ഭരണീയരിൽ നിന്നും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വറജുലു റാഇൻ ഫി അഹ്ലി ബൈതിഹി വറജുലു റാഇൻ ഫിൽ അഹ്ൽ. കുടുംബത്തിന്റെ ഭരണകർത്താവ് ആരാണ്? ഒരു പുരുഷനാണ്. ആ പുരുഷനോട് ഉറപ്പായിട്ടും ചോദിക്കും, ആ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ, അയാളുടെ അധീനതയിൽ ആരെല്ലാം ഉണ്ടോ, അവരെല്ലാം ഏത് രീതിയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ കുടുംബനാഥൻ കൊടുത്തു, അവർക്ക് ആവശ്യമുള്ള ദിശാബോധം കുടുംബനാഥൻ കൊടുക്കുവാൻ അയാൾ താല്പര്യം കാണിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കൃത്യമായും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു പറയുന്നത് പോലെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളെയും, ആദ്യം സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. അള്ളാഹുവിന്റെ താക്കീതാണ്, കാക്കണം. നമ്മളെ സ്വന്തം മാത്രം കാത്താൽ പോരാ, നമ്മളുടെ കുടുംബത്തെയും നമുക്ക് നരകത്തിൽ നിന്നും മോചിപ്പിക്കണം, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, അതിൽ നിന്നും, ആ നരകശിക്ഷയിൽ നിന്നും കാക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ താക്കീതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ മക്കൾ അവർ സ്വാലിഹുകളാണോ? അവർ സ്വാലിഹുകളാകുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇനിയും എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്? ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് സ്വാലിഹ്? സൽവൃത്തനായ സന്താനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ മുസ്തഖീം ലിദീനില്ല, അതാണ് ഉദ്ദേശം. അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുന്നയാളാണ് സ്വാലിഹ്. അതിൽ എല്ലാം പെട്ടു, ഇനി ഒന്നും കൂടുതലായിട്ട് അതിൽ ചേർക്കാനില്ല. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കൾ നമുക്കുണ്ടോ? എങ്കിൽ നമുക്ക് പറയാം, എനിക്ക് സാലിഹായ ഒരു സന്താനമുണ്ടെന്ന്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് തന്നെ ബോധ്യപ്പെടാൻ വേണ്ടി. എന്റെ മകൻ അല്ലെങ്കിൽ മകൾ സാലിഹത്ത് ആണ്, അല്ലെങ്കിൽ സാലിഹത്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മളുടെ മക്കൾ ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാം, ഇന്ന് എല്ലാ നിലക്കും ഫിത്നകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിയാത്ത രൂപത്തിൽ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം ലാ യഅതി യൗമുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. നിങ്ങളിലേക്ക് ഒരു ദിവസം പോലും കടന്നു വരികയില്ല, അതിനടുത്ത ദിവസം ഇതിനേക്കാൾ ഷെറായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഇന്നലെയേക്കാൾ ഷെറായിരിക്കും ഇന്ന്, ഇന്നത്തേക്കാൾ ഷെറായിരിക്കും നാളെ, നാളത്തേക്കാൾ ഷെറായിരിക്കും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ. മുഅ്മിനിന് പരീക്ഷണമാണ്. തീക്കട്ട കയ്യിൽ പിടിച്ചയാളെ പോലെ, തീക്കട്ട കയ്യിൽ പിടിച്ചു നിൽക്കുന്നയാളെ പോലെ ആകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ അവസരത്തിൽ ശക്തമായ ഈമാനില്ലാതെ, ശക്തമായ ഇൽമിന്റെ പ്രബലമായിട്ടുള്ള ആ ഒരു ചിന്താഗതി ഇല്ലാതെ ഒരാൾക്കും ഇന്നത്തെ കാലത്ത് ഈ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ സമയത്ത് നമ്മളുടെ കുടുംബത്തിലുള്ള നമ്മളുടെ മക്കളും നമ്മളുടെ കുടുംബാംഗങ്ങളും ഈ രീതിയിലാണോ? നമ്മൾ ചരിക്കുന്ന ഈ രീതിയിൽ തന്നെയാണോ? അത് സിറാത്തുൽ മുസ്തഖീമിലൂടെ തന്നെയാണോ? യഥാർത്ഥ മാർഗത്തിലൂടെ തന്നെയാണോ ചരിക്കുന്നത്, സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തൽ, ആ ബാധ്യതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സ്ത്രീ പോലും ഭരണകർത്താവാണെന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീയും ഒഴിവല്ല, സ്ത്രീയുടെ കീഴിലുള്ള ആ വീടും, ആ വീട് നോക്കലും, ആ വീട്ടിലുള്ളവരുടെ കാര്യവും സ്ത്രീയുടെയും ബാധ്യതയാണ്. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമയെ പോലും പറഞ്ഞു, വൽ അബ്ദു റാഇൻ, ഒരു അടിമ പോലും ഭരണകർത്താവാണ്. എന്തിനാണ് അയാളുടെ ഭരണം? അയാളുടെ യജമാനന്റെ
ഇന്ന് നമുക്ക് അടിമ സമ്പ്രദായമില്ല. എങ്കിലും അന്ന് അയാളുടെ യജമാനന്റെ സമ്പത്ത് അയാൾ എങ്ങനെ വിനിയോഗിച്ചു എന്നായിരിക്കും അയാളോട് ചോദിക്കുക. ആരും രക്ഷപ്പെടില്ല ചോദിക്കപ്പെടാതെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലതുൻ സ്വാലിഹുൻ, നമ്മളുടെ മക്കൾ സ്വാലിഹുകളാകണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ മക്കളെ ഗുണദോഷിച്ചത് കൊണ്ടോ ശകാരിച്ചത് കൊണ്ടോ കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത് നടന്നൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ പ്രശസ്തമായ ഒരു സംഭവം. ഒരു വാപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പരാതിയുമായി വരികയാണ്. എന്റെ മകൻ എന്നെ നോക്കുന്നില്ല, ഇതാണ് പരാതി. എന്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ മകൻ എനിക്ക് ഒരവകാശവും നൽകുന്നില്ല. മകനെ വിളിപ്പിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ മകൻ തിരിച്ചൊരു ചോദ്യമാ ചോദിക്കുന്നത്. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, വാപ്പമാർക്ക് മക്കളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, തീർച്ചയായിട്ടും. 3 കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞത്. ഒന്നാമതായി, അവന്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനാണ്. എവിടെ നിന്ന് തുടങ്ങുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ മക്കൾ ഉണ്ടാകേണ്ടത് ഒരു സ്വാലിഹത്തായ ഇണയിലാണ് എന്ന് തിരഞ്ഞെടുക്കലാണ് ഒരു പുരുഷന്റെ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് അവന്റെ ഉമ്മയെയാണ്. സ്വാലിഹത്തായ ഇണയായിരിക്കണം. രണ്ടാമതായി എന്ത് വേണം? അവൻ ജനിച്ചാൽ അവനൊരു നല്ല പേരിടണം. നല്ല അർത്ഥമുള്ള, നല്ല മോശമല്ലാത്ത ഒരു പേര് അവന് വെക്കണം. മൂന്നാമതായി, അള്ളാഹുവിന്റെ ഗ്രന്ഥം അവന് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ നിന്നും അവന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മകൻ പറയുകയാണ്, എങ്കിൽ ഇത് 3ഉം എന്റെ വാപ്പ എനിക്ക് ചെയ്തിട്ടില്ല. എന്റെ ഉമ്മ എന്ന് പറയുന്നത് ഒരു മജൂസിയായ, അഗ്നി ആരാധകയായ ഒരു അടിമ സ്ത്രീയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ഉമ്മയല്ല എന്റേത്. രണ്ടാമതായി, എനിക്ക് വെച്ച പേര് ജുഗ്ല എന്നാണ്, കരിവണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മൂന്നാമതായി, അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്താണെന്ന് പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, അത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിപ്പായിക്കുകയാണ് മനുഷ്യന്. താൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാതെ അവകാശങ്ങളെ ചോദിച്ചുകൊണ്ട് വരികയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു. നമ്മുടെ മക്കൾക്ക് ഈ രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടാകും. മദ്രസയുടെ വിഷയത്തിൽ നമ്മളൊന്ന് പുറകോട്ടാണോ? കുട്ടികൾക്ക് മതപഠനം അല്ലെങ്കിൽ ദീനിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ എന്ത് സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. നമുക്ക് സംതൃപ്തി തോന്നുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഖൈർ. അല്ല, മാറി ചിന്തിക്കേണ്ടതുണ്ടെങ്കിൽ, ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒട്ടും അമാന്തിക്കരുത്. അതിന് ഉതകുന്ന ഒരു മോറൽ ക്ലാസ് ഇൻഷാ അല്ലാഹ് MSM ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ അവധിക്കാലവും MSM നടത്തുന്ന ക്ലാസ് ആണത്, ഇഖ്റ മോറൽ സ്കൂൾ. വരുന്ന 29, 30, 31 തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ഇവിടെ വെച്ച് അത്തരത്തിലൊരു ക്യാമ്പ് നടത്തപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ തുടങ്ങി വൈകിട്ട് 6 മണിയോടുകൂടി അവസാനിക്കുന്ന രൂപത്തിൽ പല വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചു ഇന്നത്തെ കൗമാരക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല രീതിയിലുള്ള ചിന്താധാരകൾ കുട്ടികൾക്ക് ക്യാമ്പസിലൂടെയും മറ്റും അവർക്ക് കുത്തിവെക്കപ്പെടുന്നു. അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെടുന്നു. അവരെ ആ രീതിയിലേക്ക്, ആ സരണിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പല രീതിയിലുള്ള അനിസ്ലാമികമായ പിഴച്ചവാദങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെടുന്നു. ഇതിനെല്ലാം മുന്നിൽ വരുമ്പോൾ നമ്മളുടെ മക്കൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? നമുക്കുറപ്പുണ്ടോ അവർ ഇസ്ലാമികമായിട്ടായിരിക്കും? തീർച്ചയായിട്ടും ഈമാനിന്റെ മാർഗത്തിൽ നിന്ന് അവർ പിഴച്ചു പോകില്ല എന്ന് നമുക്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഖൈർ. അവർക്ക് ആ രീതിയിലുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന മോറൽ ക്ലാസ്സുകളാണ് ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിലേക്കുള്ള രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ മക്കളെ പരമാവധി അതിലേക്ക് അതുപോലുള്ള ക്ലാസ്സുകളിലേക്കും പരിശീലനങ്ങളിലേക്കും കൊണ്ടുവന്ന് ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ മക്കളെ നമ്മൾ പരിവർത്തിപ്പിക്കുവാൻ, നമ്മളുടെ കുടുംബത്തെ പരിവർത്തിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അപ്പോഴാണ് മക്കൾ സ്വാലിഹകളായി മാറുന്നത്. അങ്ങനെയാണ് ആ സ്വാലിഹായ മക്കളുടെ ദുആ ആണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ
നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാം അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വത്താബിഈൻ വമൻ ബിഹുദാഹും ഇക്തഫാ. ഏറ്റവും സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാൻ നമുക്കൊരു പങ്ക്, അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിന് തൃപ്തികരമായ മാർഗത്തിലായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വകും ഔലിയാ. എന്റെയും നിങ്ങളുടെയും ശത്രുവിനെ അല്ലെങ്കിൽ ശത്രുക്കളെ നിങ്ങൾ നിങ്ങളുടെ വലിയകളായി സ്വീകരിക്കാൻ പാടില്ല. വലിയ എന്നാൽ ആത്മമിത്രം എന്ന അർത്ഥമുണ്ട്, രക്ഷാധികാരി എന്ന അർത്ഥമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള അർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ഭരണത്തിന്റെ തലപ്പത്ത് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു മുഅ്മിനിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ഒരിക്കലും മുഅ്മിൻ ചെയ്യില്ല. പക്ഷേ മുഅ്മിനിന്റെ അവിവേകമായ ചില ഇടപെടലുകൾ കൊണ്ട് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ കൃത്യമായും വിവേകത്തോടു കൂടി ഇടപെട്ട് അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ ഒഴിവാക്കാം, അതല്ലെങ്കിൽ എങ്ങനെ ആ രീതിയിൽ അതല്ലാത്ത രീതിയിലുള്ള നല്ല ഒരു രീതിയിലുള്ള ഭരണത്തിലേക്ക് നമുക്ക് എങ്ങനെ പങ്കുചേരാം, അതിലേക്ക് നമ്മളുടെ പങ്ക് എങ്ങനെ നൽകാം, അത് കൃത്യമായും വിവേകത്തോടു കൂടി ചിന്തിച്ചിട്ട് വേണം ഒരു മുഅ്മിൻ ചെയ്യാൻ. നമ്മൾ ഒരിക്കലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രചാരണങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള തത്വസംഹിതകളിലോ വീണുപോകാതെ കൃത്യമായും ചിന്തിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള ചിന്താശേഷി വിനിയോഗിച്ച് ആ രീതിയിൽ വിവേകത്തോടു കൂടിയായിരിക്കണം നമ്മളുടെ പങ്ക് രേഖപ്പെടുത്തുവാൻ എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ നമ്മൾ സഹായം ചോദിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ഇസ്തഈനു ബിസ്സബ്ർ വസ്സലാ, സബ്ർ കൊണ്ടും നമസ്കാരം കൊണ്ടുമാണ്. സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. ആ ക്ഷമ എന്നുള്ളതിന്റെ തഫ്സീറിൽ നമുക്കിങ്ങനെയും കാണാം, സൗമാണെന്നാണ്, നോമ്പ് കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനൊക്കെ സഹായം തേടുക എന്നും ഒരു തഫ്സീർ വന്നിട്ടുണ്ട്. എന്നാൽ സബ്ർ എന്നുള്ളത് പൊതുവാണ്. ക്ഷമ കൊണ്ട് തന്നെയാണ് അള്ളാഹുവിലേക്ക് സഹായം തേടേണ്ടത്, നമസ്കാരം കൊണ്ടും. ചരിത്രത്തിൽ കാണാം, മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്, ഒട്ടുമിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ എണ്ണത്തിൽ കുറഞ്ഞ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ ഇത്രയും പോരാട്ട വീര്യത്തോടുകൂടി ഇവർ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയുവാനായി ശത്രുപക്ഷത്തു നിന്നും കുറച്ച് ആളുകൾ അവർ മുസ്ലിങ്ങളുടെ പാളയത്തിലേക്ക് രാത്രി എത്തി നോക്കുവാൻ വേണ്ടി വരികയാണ്. എന്താണ് ഇവരുടെ തന്ത്രങ്ങൾ, എന്താണ് ഇവരുടെ ഗൂഢാലോചനകൾ, ഏതു രീതിയിലാണ് ഇവരുടെ ആസൂത്രണങ്ങൾ, ഇതെല്ലാം അറിയാനാണ് ഇവർ കടന്നു വരുന്നത്. ആ സമയത്ത് ഇവർ കാണുന്നത് മുഴുവൻ മുസ്ലിങ്ങളും രാത്രി ഏറെ വൈകിയിട്ടും അള്ളാഹുവിന്റെ മുൻപിൽ സുജൂദിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് അവരുടെ ശക്തി, മുസ്ലിങ്ങളുടെ ബലം, മുസ്ലിങ്ങളുടെ വിജയം. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളി സാക്ഷാത്കരിക്കുന്ന വിധം ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ വിജയം നമസ്കാരത്തിലാണ് എന്നവർ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഇറങ്ങും. നമസ്കരിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ, സുജൂദിൽ കിടന്ന് നെഞ്ചുപൊട്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാതിരിക്കുകയില്ല. അങ്ങനെയാണ് സഹായം ഇറങ്ങുന്നത്. അങ്ങനെ തന്നെയാണ് സഹായം എല്ലാ കാലവും ഇറങ്ങിയിട്ടുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതല്ലാതെ മനുഷ്യരുടെ ബലം കൊണ്ടോ ആയുധ ബലം കൊണ്ടോ ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹു സുബ്ഹാനഹു തആല സഹായിച്ചിട്ടില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇൻ യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അള്ളാഹു സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ
നിങ്ങളെ ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദിഹി, അവന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? ആരുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അർപ്പിക്കുക നമ്മളുടെ സകല സഹായ തേട്ടങ്ങളും. അള്ളാഹുവിലേക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രീതി എന്തായിരുന്നു? നമുക്കറിയാം, നമുക്ക് കാണാൻ സാധിക്കും. കാന ഇദാ ഹസബൽ അംർ ഫസിഅ ഇല സ്വലാ. നബിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ അപ്പോ തിരിയും നമസ്കാരത്തിലേക്ക്. അങ്ങനെയായി മാറാൻ കഴിയണം നമുക്കും. നമ്മളുടെ എല്ലാ വ്യതകളും വേദനകളും അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞ് അള്ളാഹുവിനോട് പങ്കുവെച്ച് അള്ളാഹുവിലേക്ക് അത് തേടി അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ കഴിയണം. ആ രീതിയിലേക്ക് നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ശക്തരായ വിശ്വാസികളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ പള്ളിയിൽ വരുന്ന നമ്മളുടെ സഹോദരൻ, അദ്ദേഹം ഇതിനോടകം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും, ഉദരസംബന്ധമായ ചില പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പെട്ടെന്ന് ഷിഫാന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളും മാറ്റി പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവും ഷിഫയും സൗഖ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരീ സഹോദരങ്ങളുണ്ട്. ശാരീരികമായിട്ടാണെങ്കിലും മാനസികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഏതു തരത്തിലാണെങ്കിലും അവരുടെ വ്യഥയറിയുന്ന, മനസ്സറിയുന്ന റബ്ബ് അവർക്കെല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ഗസയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾ, അവരെ നമ്മൾ മറന്നുകൂടാ. ഇതുപോലൊരു വെള്ളിയാഴ്ചയിലായിരുന്നു അവർക്ക് മേൽ ആക്രമണം അഴിച്ചുവിടപ്പെട്ടത്. അവർ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണുള്ളത്. എല്ലാ നിലക്കും പതിതരായി, എല്ലാ നിലക്കും നിന്ദ്യരായി അവർ കഴിയുമ്പോൾ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമുക്ക് നൽകുവാനുള്ളത് നമ്മളുടെ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക്, നമ്മളുടെ സഹോദരങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള സൗഖ്യവും ആരോഗ്യവും അന്തസ്സും ഇസ്സത്തും തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.